കോർപ്പറേറ്റ് ഫിനാൻസിലെ ഒരു പ്രധാന മെട്രിക് ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഒരു കമ്പനിയുടെ മൊത്തം ബാധ്യതകളെ കമ്പനിയുടെ ഓഹരി ഉടമകളുടെ പക്കലുള്ള ഓഹരികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയെയാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ലിവറേജിനെ വിലയിരുത്തുവാനാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പരിഗണിക്കുന്നത്. സുരക്ഷിതമായിട്ടുള്ള ഒരു ഡി റേഷ്യോ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സുരക്ഷിതമായിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1-ൽ താഴെയുള്ള വാല്യൂ ആണ്. 2 അതിൽ കൂടുതലോ ഉള്ള സംഖ്യകളാണ് ഡെറ്റ് ഇക്വിറ്റി കാൽക്കുലേഷനിൽ കിട്ടുന്നത് എങ്കിൽ കമ്പനിക്ക് റിസ്ക് കൂടുതൽ ഉണ്ടെന്ന് കണക്കാക്കണം. ഒരു കമ്പനി സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ചാണോ കടം വാങ്ങിയാണോ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയുവാൻ ഡി റേഷ്യോ വിശകലനം നടത്തുന്നതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. കമ്പനിയുടെ അതിൻ്റെ ആസ്തികളുടെ മൂല്യവുമായി ബന്ധപ്പെട്ട് എത്ര കടം എടുത്തിട്ടുണ്ടെന്ന് ഡി റേഷ്യോയിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഡി റേഷ്യോ പരിഗണിക്കുമ്പോൾ ഒരു കമ്പനി പ്രവർത്തിക്കുന്ന വ്യാവസായിക മേഖല ഏതാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കണം. ചില വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് സാധാരണയായി ഉയർന്ന ഡി റേഷ്യോ ലഭിക്കാറുണ്ട്. ബാങ്കിങ്, ഫിനാൻസ്, യൂട്ടിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് സെക്ടേഴ്സിൽ ഉള്ള കമ്പനികളുടെ ഡി റേഷ്യോ, ഉദാഹരണമായി പറഞ്ഞാൽ അദാനി ഗ്രീൻ എനർജി ഡി റേഷ്യോ 9.5 ആണ് ഏകദേശം. കമ്പനി പ്രവർത്തിക്കുന്നത് ഗ്രീൻ ആൻഡ് റിന്യൂവബിൾ എനർജി മേഖലയിലാണ്. മറ്റൊരു കമ്പനി ഇന്റർഗ്ലോബ് ഏവിയേഷൻ ആണ്. ഡി റേഷ്യോ ഏകദേശം 8.83 ആണ്. കമ്പനി പ്രവർത്തിക്കുന്നത് എയർ ട്രാൻസ്പോർട്ട് മേഖലയിലാണ്. ഇപ്രകാരം ഡി റേഷ്യോ കൂടുതലുള്ള നിരവധി കമ്പനികൾ വിപണിയിൽ വ്യാപാരം നടത്തുന്നുണ്ട്. സാധാരണയായി ഒരു ബിസിനസ്സിന് നല്ല ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1 മുതൽ 1.5 എന്ന സംഖ്യ വരെയാണ്. അതായത് വാല്യുവേഷൻ റിസൾട്ട്. പുതിയതും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ കമ്പനികൾ അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായ പണം കണ്ടെത്തുന്നത് വായ്പകൾ വാങ്ങിക്കുന്നതിലൂടെയാണ്. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് ആണ് കമ്പനിക്കുള്ളത് എങ്കിൽ വായ്പയെടുത്ത പണം കൊണ്ട് കമ്പനിയുടെ വളർച്ചയെ ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരും. എന്നാൽ നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ കമ്പനിക്ക് വായ്പ തുക ഭാരമായി തീരുകയും നഷ്ടങ്ങളുടെ കണക്കുകൾ കൊണ്ട് ഓഹരി മൂല്യവും നഷ്ടപ്പെട്ട് നിക്ഷേപകരും കമ്പനിയും ഇരുവഴിക്ക് പിരിയുകയും ചെയ്യും. ഇവിടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്നതിനെ സംബന്ധിച്ച് വളരെ ലളിതമായിട്ടാണ് ഈ വീഡിയോയിലൂടെ താങ്കളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.